എല്ലാവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. പ്രതിഭ ക്വിസ് സ്കൂൾ തല പ്രതിഭ ക്വിസ് മത്സരമാണ് 29/8/2024. അതിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ്? ഉത്തരം കൊണാർക്ക് സൂര്യക്ഷേത്രം. ഇതുപോലെ എല്ലാ നോട്ടുകളും നോക്കണം കേട്ടോ. കേരള നിയമസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ നിയമസഭാംഗം ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയയാണ്. ഉത്തരം CH മുഹമ്മദ് കോയ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5-6 ലിറ്ററാണ്. 5 അല്ലെങ്കിൽ 6 ലിറ്ററിൻ്റെ അവിടെ വരും. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സുന്ദർലാൽ ബഹുഗുണ. ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ആധാർ നിലവിൽ വന്നത് എന്ന്? ആധാർ നിലവിൽ വന്നത് എന്നാണ്? 2010 ആധാർ നിലവിൽ വന്നത്. 1 ബില്യൺ എത്ര കോടിയാണ്? 1 ബില്യൺ എത്ര കോടി രൂപയാണ്? 100 കോടി ആണ് കേട്ടോ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. മെർക്കുറിയാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം? അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ബ്ലാക്ക് ആണെന്ന് വിചാരിക്കും, എന്നാൽ ഓറഞ്ചാണ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. സ്ഥിതി ചെയ്യുന്നത് തിരൂര് തുഞ്ചൻ പറമ്പാണ്. ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി നാം ആചരിക്കുന്നത്? ലോക വിദ്യാർത്ഥി ദിനമായി നാം ആചരിക്കുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ്. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്? ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത്? അരുണാചൽ പ്രദേശിലാണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയത്? 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, 4 വയസ്സ് മുതൽ എല്ലാവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? പത്മശ്രീ അവാർഡ് നേടിയ കായിക താരമാണ് PT ഉഷ. PT ഉഷയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക? ഹിന്ദിയാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത്? എജ്യൂസാറ്റ് ആണ് കേട്ടോ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് ആരുടെ വാക്കുകളാണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ദേശീയ ജലജീവി ഏത്? ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിനെയാണ്. സസ്യങ്ങളിൽ ആഹാരം നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഇലകളിലാണ്. സസ്യങ്ങളിലെ ഇലകൾക്ക് പച്ച നിറത്തിന് കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹരിതകമാണ്. കേരളത്തിലെ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസികയാണ് ഉത്തരം തളിര്. നെക്സ്റ്റ്
ഏറ്റവും വേഗത്തിൽ വളരുന്ന വൃക്ഷം അല്ലെങ്കിൽ സസ്യം. സസ്യം എന്ന് ചോദിച്ചാലും വൃക്ഷം എന്ന് ചോദിച്ചാലും മുളയാണ് കേട്ടോ. സസ്യം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വൃക്ഷം എന്ന് ചോദിക്കാം. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പൊതുവിദ്യാലയത്തിലെ മികവുകൾ പങ്കുവെക്കുന്ന റിയാലിറ്റി ഷോ ഏതാണ്? ഹരിത വിദ്യാലയം. കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? കോർണർ കിക്ക് എന്നുള്ളത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദമാണ്. പ്രതിഭ ക്വിസുമായി ബന്ധപ്പെട്ട മുൻ വീഡിയോ കാണുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഫ്രണ്ടിനെങ്കിലും അയച്ചു കൊടുക്കണേ.